ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ എങ്ങനെ ഈസി ആയിട്ട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം എന്നുള്ള ഒരു ചെറിയൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, അത്യാവശ്യം നിങ്ങൾക്ക് എന്തോരം സ്പൈസി വേണോ അതിനനുസരിച്ച് മുളക് പൊടി. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇനി ഇതിലേക്ക് നമ്മളൊരു പകുതി നാരങ്ങ, അതിൻ്റെ നീര് നന്നായിട്ട് പുഴിഞ്ഞതിലോട്ട് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീരില്ലാത്തവർ നമുക്കിതിലോട്ട് തൈര് വേണമെങ്കിലും ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ചേർത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ചെയ്താണ് ചേർത്തേക്കുന്നത്. ഇനി നമുക്കിതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാൻ ഞാൻ എടുത്തേക്കുന്നത്, നമ്മൾ എന്ത് ഓയിലാണോ ഫ്രൈ ചെയ്യുന്നത് ആ ഓയിൽ തന്നെ 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്ത് ഇനി നമുക്കിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ മസാല പുരട്ടി ഇതുപോലെ ഒന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കണം. അപ്പം നന്നായിരിക്കും ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും. സോ ഗൈസ്, അപ്പോൾ നമ്മൾ അരമണിക്കൂർ റെസ്റ്റിംഗ് ടൈം കൊടുത്തതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട്, അതായത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലോട്ട് ചിക്കൻ പീസ് ഓരോന്നോരോന്നായിട്ട് ഇറക്കി കൊടുക്കാം. സോ ഭയങ്കര ചൂടിലാണ് നിൽക്കുന്നത് എങ്കിൽ നമ്മുടെ മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞത്. അപ്പം എണ്ണ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ ഓരോ പീസുകളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇറക്കി വെച്ച് കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സോ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമ്മുടെ പെരുംജീരകം ഉണ്ടല്ലോ, പെരുംജീരകം വേണമെങ്കിൽ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഞങ്ങൾക്കതിൻ്റെ ടേസ്റ്റ് പറ്റാത്തതുകൊണ്ട് ഞാനത് ഇടുന്നില്ല. സോ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പെരുംജീരകം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡ് ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. സോ ഗൈസ്, ഇതുപോലെ എണ്ണയിൽ മുങ്ങി നിന്ന് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മുടെ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഗൈസ്. കണ്ടില്ലേ? സോ ഇങ്ങനെ ഒരു സ്പൂണും കൊണ്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. എനിക്ക് ഒത്തിരി ഡീപ്പ് ഫ്രൈ ആവുന്ന ഇഷ്ടമല്ല, ഒരു ഹാഫ് ഫ്രൈ ആവുന്നതാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ആവുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കുക. സോ തീർച്ചയായിട്ടും എല്ലാവരും ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം. അതായത് നമ്മുടെ മസാലയോടൊപ്പം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ചെയ്തും കൂടെ ചേർക്കുമ്പം നമ്മുടെ ചിക്കൻ ഫ്രൈയുടെ ടേസ്റ്റ് ഒന്ന് മാറി തന്നെ കിട്ടും. സോ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടാമത്തെ ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ ഇതായിട്ടോ നമ്മുടെ ചിക്കൻ ഫ്രൈയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പറായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.